നിനക്കൊക്കെ നാണോ മാനോ ഉളുപ്പോ ഉണ്ടോ? സ്വല്പം, ഒരുപാടൊന്നും വേണ്ട, മരുന്നിനുള്ളതെങ്കിലും ഉണ്ടോ? ഈ സംസ്ഥാനത്ത് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ഏതാണെന്ന് അറിയും? തലശ്ശേരിയിൽ വെച്ചിട്ടുണ്ടായ വാടിക്കൽ രാമകൃഷ്ണന്റെ വധക്കേസ്. അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള പിണറായി വിജയനെയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കി വെച്ച് തലയിൽ എടുത്തുകൊണ്ട് നടന്നത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്നിട്ട് അങ്ങനെയൊക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാക്കുക. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ചെയ്തതിനൊക്കെ തുടക്കം കുറിച്ചു വെച്ച നിങ്ങളാണ് മനുഷ്യത്വത്തെ പറ്റി കോൺഗ്രസിനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഈ രക്തസാക്ഷികളോടുള്ള നിന്റെയൊക്കെ അമിതമായ ആത്മാർത്ഥത. എടാ, അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പോലും നട്ടെല്ലിന് ഉറപ്പില്ലാത്ത നീയൊക്കെ ഒരു മിനിറ്റ്, പ്രശ്നം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവന്മാരുടെ വോട്ട് വാങ്ങി കീശയിലിട്ടിട്ട് കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിൽ അത്രയും നാണം കെട്ട് തോറ്റിട്ട് ഇപ്പൊ വന്നിരുന്ന് ധീരജ് വധക്കേസിനെ പറ്റിയിട്ട് വിലപിക്കാം. ഈ നിമിഷം വരെ ധീരജിനെ കുത്തിയ കത്തിയും കിട്ടിയിട്ടില്ല. കുത്തിയെന്ന് നിങ്ങൾ ആരോപിക്കുന്ന വ്യക്തിയുടെ ഷർട്ടിൽ നിന്ന് ഒരു തരി ചോര പോലും കിട്ടിയിട്ടില്ല. പിന്നെ ധീരജിന് കുത്തു കിട്ടുന്ന കോളേജും ആ കോളേജിൽ നിന്ന് പൈനാവ് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരമൊക്കെ എത്രയാണെന്ന് ഇടുക്കിക്കാർക്ക് നന്നായിട്ട് അറിയാം. എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു പട്ടം ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പിന്നെ ധീരജിനെ നിങ്ങൾ കൊണ്ടുപോയത് അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വണ്ടിയിലാണെന്ന്. ആ വണ്ടി പൈനാവ് മെഡിക്കൽ കോളേജിൽ എത്താനായിട്ട് ഒരുപാട് സമയം എടുത്തു എന്നുള്ളതിൽ ഇപ്പോഴും ആ കേസിൽ ദുരൂഹതകൾ നിൽക്കുക. ഇനി പോകുന്ന വഴിക്ക് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് ഇപ്പോഴും ദുരൂഹത നിൽക്കുന്ന ഒരു കേസിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പ്രവർത്തകനായിരുന്ന TP ചന്ദ്രശേഖരന്റെ വധക്കേസ്, ആ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പങ്കുമൊക്കെ ഇന്നും കേരളം ഞെട്ടലോടെ ഓർക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ എണ്ണിയാ തീരാത്തത്ര നിങ്ങൾ ചെയ്ത ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിലുണ്ട്. അതിൽ നിങ്ങൾ തന്നെ രക്തസാക്ഷിയാക്കാൻ വേണ്ടി കുത്തിക്കൊന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും മറ്റു പാർട്ടിയിലുള്ളവരും ഒക്കെയുണ്ട്. നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഭൂരിഭാഗം പേരും തേർഡ് റേറ്റ് തെരുവ് ഗുണ്ടകളായിരുന്നു. ആ നിങ്ങളാണ് ഇതുവരെ തെളിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കേസിൽ നിങ്ങൾ പ്രതിയെന്ന് ആരോപിക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസ് DCC അംഗമായിട്ട് നിയമിച്ചു എന്നും പറഞ്ഞ് ഇത്രയും വലിയ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്. എടാ, മനുഷ്യന്മാരായ കുറച്ചെങ്കിലും നാണോ മാനോ വേണം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉളുപ്പോ, ഒരുപാടൊന്നും വേണ്ട. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. എടാ, മനുഷ്യന്മാരായ കുറച്ചെങ്കിലും നാണോ മാനോ വേണം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഉളുപ്പോ, ഒരുപാടൊന്നും വേണ്ട, മരുന്നിനെങ്കിലും വേണം. അല്ല, ഇതിന്റെ സ്കീം ശരിക്കും എങ്ങനെയാ? ഈ ഉളുപ്പില്ലാത്തവന്മാരെ മാത്രം നോക്കി നിങ്ങൾ എടുക്കുന്നതാണോ, അതോ നിങ്ങൾ പാർട്ടി ചുമതലയിലേക്ക് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഉളുപ്പില്ലാതാവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്നോ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നു? ഇത് കോൺഗ്രസിനെയോ കോൺഗ്രസ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഒന്നും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. പക്ഷെ ഒരു കാലിലും മന്തുള്ളവനെ രണ്ട് കാലിലും മന്തുള്ളവന്മാർ കളിയാക്കുന്ന കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ